ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധരും ജപമാലയും എന്ന് പറഞ്ഞ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശുദ്ധ ഡൊമിനിക്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ വിശുദ്ധൻ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഈശോയുടെ സുവിശേഷം പലർക്കും പറഞ്ഞു കൊടുത്തു. പക്ഷേ പലരും ഇദ്ദേഹത്തെ സ്വീകരിക്കാതെയായി. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സങ്കടം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫ്രാൻസിലെ ഒരു കാടിനുള്ളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അവിടെ ഇരുന്ന് ഈശോയോട് കുറേ നേരം പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ജപമാല കയ്യിലേന്തിക്കൊണ്ട് പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഈ കയ്യിലിരിക്കുന്ന ജപമാല ആ വിശുദ്ധ ഡൊമിനിക്കിനെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ജപമാലയെ പറ്റി പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. വിശുദ്ധ ഡൊമിനിക്ക് ജപമാലയെ പറ്റി കുട്ടികൾക്കും മുതിർന്നവർക്കും പഠിപ്പിച്ചു കൊടുത്തു. അതേ തുടർന്ന് എല്ലാവരും ഇദ്ദേഹത്തെ കേൾക്കാനായിട്ട് തയ്യാറായി. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും പരിശുദ്ധ അമ്മയുടെ ജപമാലയെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.